പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രവാസി വെൽഫെയറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പെൻഡിങ്ങുള്ള മെമ്പർഷിപ്പ് ഫീസ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് ഫീസ് അടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത്. പ്രവാസി വെൽഫെയർ ബോർഡ് പ്രവാസി മലയാളികൾക്കായി രൂപകൽപ്പന ചെയ്ത സമർപ്പിത പെൻഷൻ പദ്ധതിയാണ്. ഈ സ്കീം വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികളുടെ സംഭാവനകൾ അംഗീകരിക്കുകയും വിരമിക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക സുരക്ഷാ വല നൽകുകയും ചെയ്യുന്നു. എന്നാൽ പ്രവാസി വെൽഫെയറിന്റെ മെമ്പർഷിപ്പ് തുക നമുക്ക് ഓൺലൈനായി സ്വന്തമായി അടക്കാവുന്നതാണ്. അതിനായി ആദ്യം പ്രവാസി വെൽഫെയർ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഈ കാണുന്ന ലിങ്കിൽ പോകുക. തുടർന്ന് വരുന്ന പേജിൽ ഏറ്റവും താഴെയായി കാണുന്ന ക്വിക്ക് പേയ്മെന്റിൽ പോകുക. തുടർന്ന് മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക. തുടർന്ന് ജനന തീയതി, മാസം, വർഷം എന്നിവ ഈ കാണുന്ന ഫോർമാറ്റിൽ ടൈപ്പ് ചെയ്തു കൊടുക്കുക. തുടർന്ന് താഴെ കാണുന്ന ക്യാപ്ച കൊടുത്ത് ഷോയിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് താഴെ നിങ്ങളുടെ വിവരങ്ങൾ കാണാവുന്നതാണ്. മെമ്പറിന്റെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, തീയതി, അഡ്രസ്, സ്റ്റാറ്റസ് എന്നിവ കാണുന്നതാണ്. പിന്നീട് താഴോട്ട് പോയാൽ പേയ്മെന്റ് ഡീറ്റെയിൽസിൽ ഇതുവരെ അടച്ച ഫീസും ഇപ്പോൾ പെൻഡിങ്ങുള്ള ഫീസും പെനാൽറ്റി ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ്. താഴെയായി മൊത്തം അടക്കേണ്ട ഫീസും കാണാവുന്നതാണ്. തുടർന്ന് ഫീസ് അടക്കാനായി പേയ്മെന്റ് മോഡിൽ പോയി നിങ്ങളടക്കാൻ ആഗ്രഹിക്കുന്ന പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ അടക്കാൻ ആഗ്രഹിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ ഫീസ് മാത്രമാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്നതിലും, പെനാൽറ്റി മാത്രമാണ് അടക്കുന്നതെങ്കിൽ പെനാൽറ്റിയിലും, ഇവ രണ്ടും അടക്കുകയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ പ്ലസ് പെനാൽറ്റി എന്നതും സെലക്ട് ചെയ്യുക. ഞാനിവിടെ സബ്സ്ക്രിപ്ഷൻ ഫീസ് മാത്രമാണ് അടക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനാൽ ഇവിടെ സബ്സ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുന്നു. പേയ്മെന്റ് ഗേറ്റ്വേയിൽ ഓട്ടോ സെലക്ട് ആവുന്നതാണ്, അല്ലെങ്കിലും അവിടെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് താഴെ അടക്കേണ്ട അമൗണ്ട് കാണാവുന്നതാണ്. ഞാനിവിടെ 1000 രൂപയാണ് അടക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 1000 ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു. പിന്നീട് പേ നൗയിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ UPI എന്നിവയിൽ നിങ്ങളാഗ്രഹിക്കുന്ന പേയ്മെന്റ് സെലക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകി മാക്ക് പേയ്മെന്റിൽ പോയി പേ ചെയ്യുന്നു. പേയ്മെന്റ് കഴിഞ്ഞാൽ പേയ്മെന്റ് വിവരങ്ങൾ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ PDF രൂപത്തിൽ റെസിപ്റ്റ് വരുന്നതാണ്. സേവ് ചെയ്യുകയോ പ്രിന്റ് എടുത്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ്. ഇടത് ഭാഗത്തു കാണുന്ന പ്രിന്റ് റീസെപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് വിവരങ്ങൾ കൊടുത്ത് ക്യാപ്ച കൊടുത്താൽ ഇതുവരെ പേ ചെയ്ത വിവരങ്ങൾ കാണാവുന്നതാണ്. വലതുഭാഗത്ത് കാണുന്ന PDFൽ ക്ലിക്ക് ചെയ്താൽ റെസിപ്റ്റ് ഡൗൺലോഡായി വരുന്നതാണ്. പ്രവാസി വെൽഫെയറുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൊടുത്ത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്.